തദ്ദേശ പോരാട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കോർപ്പറേഷനുകളാണ്. എത്ര പഞ്ചായത്തുകളിൽ ഏതെല്ലാം മുന്നണികൾ അധികാരത്തിൽ വരുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അതിപ്രധാനം കേരളത്തിലുള്ള 6 കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി, കൊല്ലം, കണ്ണൂർ എന്നീ 6 കോർപ്പറേഷനുകളിൽ ഭരണം ഏത് തരത്തിലായിരിക്കും, ഏത് മുന്നണി നേടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വീക്ഷണം നടത്തുന്നത്. ഈ പഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് അത് തികച്ചും പ്രാദേശികമായി മാറുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ കോർപ്പറേഷനുകൾ എന്ന് പറയുമ്പോൾ അതിൽ അല്പം കൂടി രാഷ്ട്രീയം കലരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ അതിശക്തമായിട്ട് BJP മുന്നേറ്റം കുറിക്കുന്നു എന്ന് ഇരു മുന്നണികളും, അതായത് LDFും UDFും മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുദൂരം പിന്നിലാണ് നിൽക്കുന്നത് ഇപ്പോഴും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. അവർ 2015 മുതൽ ശുഷ്കിച്ചു വരികയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്, ആ അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് കോൺഗ്രസ് അതേ രീതിയിൽ തന്നെ വരും എന്നുള്ളത് ഉറപ്പാണ്. കെ മുരളീധരനാണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെയെല്ലാം നേരത്തെ പ്രഖ്യാപിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലെ ഒരു കഴിവുള്ള നേതാവ് തന്നെയാണ്. കാര്യങ്ങൾ നയിക്കാനും വളരെ സംഘടിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ആളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മുരളീധരനെ തന്നെ നയിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്? പലപ്പോഴും BJPയോട് എതിരിടാൻ പറ്റിയ ആൾ മുരളീധരൻ എന്നുള്ള കണക്കുകൂട്ടലുണ്ട്. അതാണല്ലോ മുരളീധരനെ നമ്മൾ ഈ വടകരയിൽ നിന്ന് നേമത്തേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിലേക്ക് ഇറക്കി നോക്കി. പക്ഷെ അവിടെ പണി പാളുകയാണ് ചെയ്തത്. സുരേഷ് ഗോപിയെ കൊണ്ട് മുട്ടുകുത്തിക്കാനൊന്നും മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ 8 നിലയിൽ മുരളീധരന് പരാജയം ഉണ്ടായി. അത് സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉണ്ടാക്കി തന്നതാണെന്ന് മുരളീധരൻ പിന്നീട് പരസ്യമായിട്ട് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഈ 5 കോർപ്പറേഷനുകളേക്കാൾ പ്രധാനമാണ്. അത് നമ്മുടെ തലസ്ഥാന നഗരമാണ്. തിരുവനന്തപുരത്തെ മേയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് റാങ്കാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ക്യാബിനറ്റ്, നമ്മളിപ്പം ആര്യ രാജേന്ദ്രനെ പോലുള്ള ഒരാൾ വന്നാണ് ആ മേയർ പദവിയും കസേരയും ഒക്കെ തന്നെ ഒരുതരം പിള്ളേരുകളിയാക്കി മാറ്റിയതും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിത്തന്നതും. അതിനു മുമ്പുള്ള മേയർമാരെയൊക്കെ നമ്മൾ നോക്കിയാൽ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി പണ്ട് തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്നു. അന്ന് മേയറായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു. എന്നാലും മികച്ച ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കെ ജയൻ ബാബു, അങ്ങനെ 1940 മുതൽ ഇങ്ങോട്ട് വരുന്ന ആ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് മികച്ച മേയർമാരുടെ പ്രകടനം കണ്ടിട്ടുള്ള തിരുവനന്തപുരമാണ്. ആ മേയർ, അവിടെയാണ് ഈ ആര്യ രാജേന്ദ്രനെ പോലുള്ളവർ ഇത് നശിപ്പിച്ചു കളഞ്ഞെന്നുള്ളതാണ്. അതുപോലെ കൂടുതൽ BJPക്ക് വളരാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഈ മറ്റ് പ്രധാനമായിട്ടും BJP ഉന്നം വയ്ക്കുന്നത് തൃശ്ശൂർ കൂടിയാണ്. തൃശ്ശൂർ BJP അങ്ങനെ ഉന്നം വയ്ക്കുന്നതിൻ്റെ കാരണം, അവിടെ ഇപ്പോൾ ഭരണം LDF UDF എല്ലാവരും തുല്യ സംഖ്യയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഒരു ആളിൻ്റെ
അതായത് മേയറുടെ BJP അനുഭാവ പ്രഖ്യാപനങ്ങളും ഒക്കെ ആണ് കൂടുതൽ BJPക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് സുരേഷ് ഗോപിയുടെ വൻ വിജയം പാർലമെൻറ്റിലേക്കുള്ളത്. സുരേഷ് ഗോപി MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയുടെ, തൃശ്ശൂർ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി വൻ പദ്ധതികളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നഗരത്തിലുള്ളവരുടെ വലിയ പിന്തുണയാണ് സുരേഷ് ഗോപിക്കും BJPക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ തിരുവനന്തപുരവും തൃശ്ശൂരും BJP നേടുമെന്നുള്ള കണക്കുകൂട്ടലുള്ളത്. പക്ഷെ ബാക്കി ഉള്ളിടത്ത് ഒക്കെ തന്നെ LDF തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അത് കോൺഗ്രസ്സിന് അത്രത്തോളം പിടിച്ചു കയറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കൊച്ചിയിലൊക്കെ ഇവർക്ക് നേട്ടം ഉണ്ടാകേണ്ടതാണ്. കാരണം ഏത് LDFൻ്റെ അതിശക്തമായിട്ടുള്ള തരംഗമുണ്ടാകുന്ന സമയത്ത് പോലും കോൺഗ്രസ്സുകാർക്ക് UDFനൊരു പച്ചത്തുരുത്തായി നിൽക്കുന്ന ഇടമാണ് എറണാകുളം ജില്ല. പക്ഷെ അവർക്കത് കോർപ്പറേഷനിൽ അത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ തിരുവനന്തപുരത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ CPM കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നിൽക്കുന്നത് BJPയാണ് ശക്തിയായിട്ട് മാറിയത്. ഇപ്പൊ LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM ആയി തീർന്നിരിക്കുകയാണ്. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കോൺഗ്രസ് ആരുടെ പിൻബലത്തിലാണ് നിൽക്കുന്നത്? മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തിലാണ് നിൽക്കുന്നത്. അല്ലാതെ കോൺഗ്രസിന് സ്വതന്ത്രമായിട്ടൊന്നും നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് MLAമാരൊക്കെ ആരുടെ പിൻബലത്തിൽ ജയിച്ചു വരുന്നു? മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തിലാണ് ജയിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗിന് അത്രത്തോളം ആധിപത്യമുള്ളതും. ലീഗ് തൃശ്ശൂർ വരെയുള്ളൂ, തൃശ്ശൂരിന് ഇപ്പുറത്തേക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അവർ കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? കൊല്ലം ജില്ലയിലെ ചില ഭാഗങ്ങളിലും മറ്റുമൊക്കെ അവർക്ക് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കണമെന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണ അവർക്ക് ശക്തമായിട്ട് അവിടെ കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലീഗ് പടർന്നു പന്തലിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലാതായി തീർന്നിരിക്കുകയാണ്. ഇപ്പം NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് BDJS ഉണ്ട്, പിന്നെ നമ്മളാരും തന്നെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ചിലരും ഒക്കെ ഉണ്ട്. പക്ഷെ BDJS ഒന്നും വലിയ സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടില്ല. പക്ഷേ NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP തന്നെയാണ്. NDA എന്നുള്ളത് ഒരു മുന്നണി അങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഇവർക്കൊരു വലിയ മേൽക്കൈ ഉണ്ടാക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഈ 101 വാർഡുകൾ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നേമത്തും വട്ടിയൂർക്കാവിലും BJPക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. 2015-ലും 2020-ലും BJP ഉണ്ടാക്കിയെടുത്ത നേട്ടം 25-ലെത്തുമ്പോഴേക്കും അവർ ഭരണത്തിലെത്തും എന്നുള്ളതിൻ്റെ ശുഭ സൂചകമായിട്ടുള്ള കാര്യങ്ങളാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് BJP എന്തായാലും ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരിങ്ങലിലേക്ക് തന്നെ പോകുന്നു. ബാക്കി കോർപ്പറേഷനുകൾ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഒരു സംശയമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള 4 കോർപ്പറേഷനുകളും LDFന്റെ കൈകളിലേക്ക് പോവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.